അല്ലാഹുവിന്റെ ഗ്രേറ്റ്നെസ്, അല്ലാഹുവിന്റെ മഹത്വം നാം മനസ്സിലാക്കുക. മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ ഇന്ന് ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടല്ലേ? എന്നാൽ ഈ ഇബാദത്തുകളിലെല്ലാം നമ്മൾ അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടാണോ നാം ഇബാദത്ത് ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചുമ്മാ അങ്ങ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് കൈകെട്ടി അങ്ങ് നമസ്കരിക്കുന്നു. എന്നാൽ ഈ നമസ്കാരത്തിലൂടെ അല്ലാഹുവിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെ അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി നമ്മുടെ ഇബാദത്തുകളിൽ നമ്മൾ കടക്കുമ്പോഴും, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് ജീവിക്കുമ്പോഴുമാണ് നാം യഥാർത്ഥത്തില് നമ്മൾ വിജയികളിൽ ഉൾപ്പെടുന്നത്. അങ്ങനെ അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? ഒരു ഹദീസ് കേട്ടോളേ. عن أبي درداء رضي الله عنه قال മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അജ്ലുല്ലാഹ യഗ്ഫിർ ലക്കും. നിങ്ങൾ അല്ലാഹുവിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കണേ. അല്ലാഹുവിന്റെ മഹത്വം നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് നിങ്ങൾ കൊണ്ടുവരണേ. അത് ഇബാദത്തുകളിലാണെങ്കിലും ഇബാദത്തുകളിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ അല്ലാഹുവിന്റെ ഗ്രേറ്റ്നെസ്, അല്ലാഹുവിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കിയാൽ, അങ്ങനെ നിങ്ങൾ മുന്നോട്ട് ജീവിച്ചാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? യഗ്ഫിർ ലക്കും. അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന്, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ. അതുകൊണ്ട് നാം അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് നമ്മുടെ ഇബാദത്തുകളിലും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതവും നമ്മൾ കൊണ്ടുപോയാൽ യഗ്ഫിർ ലക്കും, നിങ്ങളുടെ പാപങ്ങള് നിങ്ങൾക്ക് മഗ്ഫിറത്ത് ലഭിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.